വെൽക്കം ടു നിജയ് ഗൗണ വ്ളോഗ്സ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. അങ്ങനെ നമ്മൾ മധുരയില് ഹരീര പരിപാടിക്ക് വന്നേക്കാണ്. കല്യാണച്ചക്കൻ പോനെ പാലക്കാടിന് വണ്ടി വരിക. എന്താ അതൊന്നും ചെയ്യില്ല, അത് മണപ്പിക്കണേ. നിന്നോടൊക്കെയാ പേടി, അത് കാണുമ്പോ ആശ്വാസം. ചെല്ലേ അമ്മ പേടി. തമിഴ്നാട് സൂപ്പർ. ആ എന്ത് പച്ചപ്പാ. ഇതൊക്കെ ആരാ ചവിട്ടിയില്ലേ? ഇവനാ ഇന്നെ ചവിട്ടി. ചൂട് അവിടെ നല്ല മഴയായിരുന്നു. തൃശ്ശൂര് രാവിലെ 4 മണിയെല്ലാം എന്ത് ഇഷ്ടങ്ങളാ വെളിയെ വറപ്പിള്ളയാ മഴ ഇടി കിട്ടും. ഉച്ചക്ക് കഴിച്ചില്ല, രാവിലെ ഫ്ലക്സ് ഇല്ലടാ. നിശ്ചയത്തിന് ഫ്ലക്സ് അല്ലേ, കല്യാണത്തിനാണോ? കല്യാണത്തിന് ഡിസൈൻ ചെയ്തോ? ഞങ്ങള് വരുന്ന വഴിക്ക് എന്തോരം നോക്കിയെന്നറിയോ? മേക്കപ്പ് ഒക്കെ ഉണ്ടാ? മേക്കപ്പിനൊന്നും ഇല്ല. സോപ്പ് സോപ്പുണ്ട്, മാത്രമല്ല ഫേസ് വാഷ്. കണ്ടീഷണർ ഉണ്ടോ? എന്തിനാ കണ്ടീഷണർ? ഞങ്ങള് കുളിച്ച്, ഞങ്ങൾ ഇങ്ങനെ ഒന്നും അല്ലാടെ ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് കുളിച്ച് സുന്ദരി കൂട്ടപ്പനായിട്ട് ചന്ദനപുരൊക്കെ തൊട്ടിട്ട് ഇറങ്ങിയത്. അവിടെ അയിനെ മറ്റേ റോഡായപ്പോഴേ ഇവൻ ഒടുക്കത്തെ പടക്കലായിരുന്നു. കാറ്റടിച്ചിട്ട് മോത്തക്ക് ഇവന് കുഴപ്പമില്ല, ഇവന്റെ ഇതിന് ചില്ലുണ്ട്. ഇതൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത്. ഷർട്ട് എന്റെ മോനെ. കല്യാണത്തിന് ഞാൻ ബെന്നിലാണ് പോണ. എങ്ങ ഞങ്ങളങ്ങോട്ട് ആ ബാക്കി സാധനങ്ങളൊക്കെ കിട്ടിട്ട് വരാം. ഇതിന്റെ ട്രാൻസ്ലേഷൻ ഗൗണ പറഞ്ഞു തരും. ഗൗണക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. ഈ ഭാഷ ഒക്കെ നല്ല പോലെ അറിയാം. അറിയാൻ പാടില്ല. ചെക്കനൊക്കെ കൂടുതൽ ഒരുങ്ങി കൊള്ള അങ്ങല്ലേ. പെണ്ണിന് ഇത്ര മേക്കപ്പ് ആവശ്യം ഞാൻ എപ്പോഴേ ഓക്കെ. സൂപ്പർ പരിപാടിയാക്കാം. ഡ്രാഗൺ ഫ്രൂട്ട്. ഇനിയിപ്പോ നേരെ അവളുടെ വീട്ടിലേക്ക് പോവാ എല്ലാവരും കൂടിയിട്ട്, ട്രാവലറിലൊക്കെ കൂടിയിട്ട്. സൂപ്പറായിട്ട് ഞാൻ സൂപ്പറായിട്ട്. നമുക്കിനി തമിഴ് ഫങ്ഷൻസൊക്കെ കുറച്ച് കാണാം. അതെ, 21 തരം കക്കകളാണുള്ളത്. ഇതിലെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഡ്രാഗൺ ഫ്രൂട്ട്, അത് ഇത് സ്വീറ്റ്സ് എല്ലാം അങ്ങനെ ഇതൊക്കെ വെച്ച് കൈവെക്കിനെ വെച്ച് പ്രാർത്ഥിച്ച് ഇതൊക്കെ കൊണ്ട് ഗ്രാമത്തിൻ്റെ സെൻറ്ററിലേക്ക് പോകും. ആ ബസ് സ്റ്റാൻഡ് അവിടെയാണ് ബാക്കി പരിപാടികൾ. ഇതൊക്കെ ഹരിയുടെ ബന്ധുക്കാരാണ്. ഈ പച്ച സാരിയാണ് ഹരിയുടെ അമ്മ. മറ്റേ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അശ്വതി ഹോട്ട് ചിപ്സ് അല്ലേ, അവക്കെ ചേച്ചത്. അതുകൊണ്ട് റാങ്കിലേക്ക് വരും. അതെ, നാസികകളൊക്കെ തുടങ്ങി. ഇനി ഇതും വെച്ചിട്ട് ഗ്രാമത്തിലെ സെൻട്രലിൽ പോയി ഒരു പൊരിക്കലുണ്ട്. ഞങ്ങള് ചെക്കന് വെറുതെ ഞങ്ങൾ അണയിച്ച് കൊണ്ടുപോകാനുള്ള പ്ലാനാ. അണ്ണാ കുറച്ച് മെതുവാ പോക, എനിക്ക് വഴി കറിയാകെ. അതിനപ്പുറം പിന്നാടിയെ വരാം. എങ്ക തമിഴല്ലേ. നെല്ല് ഗൈസ്. ഈ ഗ്രാമത്തില് മൊത്തം ഇങ്ങനെയാ, പച്ചപ്പ. കൃഷി കഴിഞ്ഞിട്ട് നെല്ല്. നമ്മുടെ അവിടുത്തെ പോലെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ ചേച്ചി ജസ്റ്റ് മിസ്സാ. അയ്യോ വേറെ വീഡിയോഗ്രാഫർ നമ്മുടെ വീഡിയോഗ്രാഫർ. ഏട്ടാ ഞങ്ങള് ഫസ്റ്റ് എടുക്കണ്ടേ? കേരള വ്ളോഗാ. ഞങ്ങള് ഫസ്റ്റ് എടുക്കണ്ടേ? കറ്റ കെട്ടിയിട്ട്
എന്താ സപ്പോക്കല്ലേ ആൾക്കാരൊക്കെ. നമ്മളെ ചീത്ത പറഞ്ഞോ. ഒരു വ്ളോഗർ ആകാൻ പറ്റിയൊരു ഗ്രാമ. കാരണം നമുക്ക് എല്ലാവരും ക്യാമറ അപ്പക്കാക്കി തരും ആ ചേച്ചിമാരെ പോലെ. ചിരിച്ചോട്ടി ഇത് താൻ ഉസലാം പെട്ടി അല്ലേ? ഉസലാം പെട്ടി. നമ്മുടെ അവിടെ ഇത്ര അധികമൊന്നുമില്ല. കാലികൾ എന്ത് കഴിക്കുന്നു? പുല്ല് കഴിക്കുന്നു. നല്ല വർണ്ണ ശമ്പളമാണല്ലോ. സ്കൂൾ കുട്ടികൾ ദേ നടന്നു പോകുന്നു. അങ്ങനെ നമ്മൾ ഗ്രാമല്ല സിറ്റി. നിനക്ക് സിറ്റി നിനക്ക് സിറ്റി ഇഷ്ടമായോണ്ടാണല്ലേ സിറ്റി കേരളം തന്നെ കിട്ടിയത്. ഇതാ പോകുന്നു നമ്മുടെ കല്യാണ ചേക്ക. മല. അങ്ങനെ ഞങ്ങൾ JCB കണ്ടു. ജീവിതത്തിന്റെ ഇടയിൽ ഒരു കാള. ഒരു പോക്ക് ജീവിതം വീണ്ടും ഹരിയുടെ കാറ് നമ്മളെ ഓവർടേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. പോയി. അപ്പൊ അത് ഷൂട്ട് ചെയ്യണ്ടേ? നിന്നോട് അവരെ ഷൂട്ട് ചെയ്യാനല്ലേ പറഞ്ഞത്. നീ കല്യാണം ഷൂട്ട് ചെയ്യാൻ വന്നിട്ട് നീ കാണാന് മകിനി പോക്കിനൊക്കെ ഇങ്ങനെ ആനന്ദൊക്കെ കൊപ്പീര പോലെ. എനിക്കൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവാൻ ആഗ്രഹം. അതാണോ കണ്ണാടി നോക്കി സെൽഫി എടുക്കണേ? അല്ല, അതുകൊണ്ടല്ലേ ഞാൻ നിന്നൊക്കെ സെൽഫി എടുക്കണേ. മറ്റുള്ള സെൽഫി എന്റെ കളിക്കാനായി കോളിച്ചു പോവാൻ നോക്കി മറ്റൊക്കെ ചെയ്യും. ഒരു അപ്പാപ്പനും മാമാമയും മരച്ചുവട്ടിലിരിക്കുന്നു. മരിച്ചു മരച്ചുവട്ടിലിരിക്കുന്ന അപ്പാപ്പനും മാമാമയും. അപ്പൊ ഇനിയുള്ളതാണ് കല്യാണ ഫ്ലക്സ്. അല്ലെങ്കിലും ഇവിടെ ഫുള്ള് ഫ്ലക്സ് ആണ്. ഇങ്ങനെയൊക്കെയാണ് എന്തെങ്കിലൊക്കെ വരൂ. ഹായ്. അപ്പൊ അടുത്ത കല്യാണ ഫ്ലക്സ് അടിച്ചരാട്ടാ. മാപ്പിളേ അയ്യോ ചെക്ക പൂവല്ലേ, അയ്യോ ചെക്ക പൂവല്ലേ. വീണ്ടും കല്യാണ ഫ്ലക്സ്. കല്യാണ ഫ്ലക്സിന് കുട്ടിയൊക്കെ ബന്ധുക്കളാവൂല്ലേ? ട്രാക്ടർ അലങ്കോലപ്പണികളും ഒക്കെ ആയിട്ട് അലങ്കാരപ്പണികള്. അതന്നെ. ഇവിടെ എവിടെയാണ്ടാ അതേ ആ ചേട്ടൻ വണ്ടി നിർത്തി. അല്ല, ഇവിടെയാണ് വണ്ടി ഒതുക്കി നടക്കേണ്ടത്. ഈ വലിയ മുഹൂർത്തത്തിൽ എളിയ മുഹൂർത്ത ചെറുക്കല്ലേ. ശുഭപ്രതീക്ഷ 100% വിജയം. അതിൽ കൂടുതലൊന്നുമില്ല. ഹായ് ഗൈസ്, ഇനി സെൻട്രലിൽ നിന്നാണ് പരിപാടി. പക്കപ്പൊക്കിൽ ആഘോഷമൊക്കെ ആയിട്ട് ഹരിനാണ് അയച്ച് നമ്മള് സ്റ്റേജിലേക്ക് എത്തിക്കാൻ പോണത്. തലയിലേക്ക് കല്യാണ പെണ്ണുങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്ര. ഇവിടെ ഒരു കല്യാണം എന്ന് പറഞ്ഞാ ഈ ഗ്രാമത്തിൽ എല്ലാരും കൂടിക്കണ പരിപാടി നടക്കാം. ആ ഒറിജിനൽ വീഡിയോഗ്രാഫർ എടുക്കൊക്കെ പാവമാണ്. അവൻ ഈ കല്യാണത്തിന് വന്നതല്ല, അല്ലെങ്കിൽ അവന് ശമ്പളം കിട്ടൂലേ. ഞാൻ ചെറുപ്പം നോക്കുള്ള ഫ്രണ്ട് എന്റെ വൈഫ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട. ഫ്രണ്ട്സ് കല്യാണത്തിന് 21 കാലം ഒരു അമുക്ക് 5 മണി. ഹായ്. മനുഷ്യന്മാരൊക്കെ ഒങ്ങനെ പടക്കം വെച്ചത്. ഇനി ഈ ഗ്രാമത്തിന്റെ ഈ സെന്ററിൽ നിന്നാണ് ബാൻസക്ക് പടക്കം ഇതൊക്കെ പൊക്കിച്ചിട്ട് ഹരീനെ നേരെ സ്റ്റേജിലേക്ക് അണയിക്കാൻ പോണത്. ഇതിനിടയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ കുഴിയമുട്ട് പോലെ പടക്കം വെച്ചിട്ടുണ്ടാവും. അവർക്കൊന്ന് ചവിട്ടാങ്കിരിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് മോളിങ്ങുള്ള വ്യൂ കിട്ടും. ഇതുപോലെയുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരും, ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. പിള്ളേരൊക്കെ കാറ്റൊക്കെ കൊടുക്കണ ഹരിക്ക്. സത്യം പറഞ്ഞാൽ സ്വന്തം കൂട്ടുകാരെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് എന്താ സന്തോഷം എന്നറിയോ?
നമ്മളെ പോലെ അവന് പെടാൻ പോകാൻ അറിയുമ്പോഴുള്ള സന്തോഷമല്ല ആകെ ഒരു ആഘോഷം വഴിയാവുമ്പോൾ ഡബിൾ സന്തോഷം. ഇതാണ് ഞാനൊക്കെ പടക്കത്തിനെ കുറിച്ച് പറയാൻ പോകുന്ന കാര്യം. എങ്കിൽ ഒരു ചേക്കൻ പടക്കം കത്തിക്കാനായിട്ട് അവിടെ നിരക്കാൻ വരുമ്പോൾ മക്ക കൊരപ്പൻ ബാക്കിൽ ഒരു അമുക്ക് പൊക്കിക്കും. പിന്നെ അത് മാത്രമല്ല, ഒരാൾ പടക്കം നിരക്കുമ്പോഴേക്കും അപ്പുറത്തെ കലയെങ്കിൽ മറ്റേ ആൾ പൊട്ടിക്കുക കിരി കൊടുത്തി കഴിഞ്ഞു. ഓടാനുള്ള ഗ്യാപ്പ് പോലും സമ്മതിക്കില്ല ഞങ്ങൾ. ഡ്രോൺ വീഡിയോ എടുക്കാൻ മാത്രമല്ല കാക്ക് കൊള്ളാനും ഉപയോഗിക്കാം എന്നുള്ള കങ്കപക്കവുമായി എൻ്റെ ഭാര്യ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു കുരുക്ഷേത്ര യുദ്ധത്തിന് കയ്യിലൂടെ നടന്ന് ഞങ്ങൾ പെണ്ണിനെ സ്റ്റേജിലേക്ക് കയറ്റാൻ പോവുകയാണ്. ആകെ ചക്കനെ ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറ്റി കഴിഞ്ഞു. ഇനി പെണ്ണിൻ്റെ വരവാണ്. ആഹാ, അത് പൊളിച്ചു. അങ്ങനെ സ്റ്റേജിലേക്ക് പെണ്ണിന് വന്നു. ഇപ്പോൾ ബന്ധുക്കാരും എല്ലാവരും കൂടി ഇവരുടെ അടുത്ത ചടങ്ങിലേക്ക് അടക്കുകയാണ്. കക്കകളൊക്കെ സ്റ്റേജിലേക്ക് വെച്ച് കഴിഞ്ഞു. ഇനിയും നമുക്ക് കല്യാണം ഉറപ്പിക്കൽ ചടങ്ങാണ്. ഉറപ്പിച്ചതാണ്. ഇത് അവരുടെ ബന്ധുക്കാർ വന്ന് ഇപ്പോൾ ഇവരുടെ മാമൻ വന്ന് തക്ക് കൈമാറാനായിട്ടുള്ള ചടങ്ങാണ്. തക്ക് കൈമാറി കാലി എത്ര പവനാണെന്നറിയോ? തട്ടി വഴക്ക് കല്ല് ഒന്നുമല്ല. ഇവരിങ്ങനെയാണ് കല്യാണം ഉറപ്പിക്കുക. നമ്മൾ വിചാരിക്കും കല്ലും വഴക്കാണെന്ന്. ശരിക്കും അങ്ങനെയല്ല. ചെക്കൻ മാലയിടാൻ പോടൂ നമ്മുടെ കൂട്ടുകാരൻ ഹരി നെർവസാണ്. അങ്ങനെ മാലയിട്ട് ചെക്കൻ മാലയിട്ടു. എന്താ സന്തോഷം നോക്കിയവന്. പഴഞ്ചൊല്ല ഓർമ്മ വരുമ്പോൾ ഞാൻ ഇപ്പം പറയണില്ല. പക്ഷെ ഞാൻ അവള് മാലയിടാൻ പോകുന്നു. ആഹാ, രസമുള്ള പരിപാടിയല്ലേ. കൂട്ടുകാരുടെ പരിപാടിയാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ അത് കവർ ചെയ്യാന്ന് പറയുമ്പോൾ സന്തോഷമൊക്കെ ഉണ്ട് എനിക്ക്. രസമുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കാലി കേൾക്കാം. പെങ്ങൾ വന്നാണ് കാലി ചേർക്കുക. കാലി ഏകദേശം ഒരു 27 പവനുണ്ട്. ആരും ഞെക്കണ്ട, അത് അവിടെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് പെങ്ങളാണ്. പെങ്ങന്മാർ വന്ന് കാലി ചേർത്തി മാലയുടെ ഉള്ളിലൂടെ ഇരിക്കുന്ന പരിപാടി. ഈ പരിപാടി നമ്മുടെ അവിടെയുണ്ട്. ഇനി അടുത്ത ചടങ്ങ് കുറികുകൽ. ചക്കൻ പേടിച്ച് മര്യാദയ്ക്ക് കൊക മോനെ. കൊക്കോ വലിച്ച ചിരി. യെസ്, കറക്റ്റ് പറഞ്ഞ വല്ല നിന്ന്. ഇനി ഈ നാട്ടിലെ എല്ലാ ഗ്രാമത്തിലെ ആൾക്കാരും വന്ന് ഇതുപോലെ ഉപയോഗിക്കും. നമുക്ക് കണ്ടില്ലേ, നെറ്റി കണ്ടില്ലേ? ഇതുപോലെയാണ് പരിപാടി. ഇനി മൊക്കം അതെ. കുക്ക് പൊറോക്ക വന്നു. കുക്ക് പൊറോക്ക സൂപ്പറായിരുന്നു. ഇത് ഊത്തപ്പം. ഇതാണ് വെജ് ബിരിയാണി. മഷ്റൂം ബിരിയാണിയാണ്. കുറച്ച് ചട്നി സാമ്പാറും ഒരു ഇഡ്ലി വെക്കി. അവള് കുറച്ചേ വാങ്ങൂ. മഷ്റൂം ബിരിയാണി സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയും കാര്യങ്ങൾ. എന്റെ പ്ലേറ്റിങ് കൈക്ക് വാരണമെങ്കിൽ അവൾക്ക് അതാണ് ഇഷ്ടം. നമ്മളും അത് തന്നെയാ പറയാ, തേങ്ങാ ചട്നി തന്നെയാ പറയാ. ഇവളാര് വിദേശിയ അങ്ങല്ലേ. അവള് കയ്പ് കളിക്കുക. അവൾക്ക് മതിയായി. പക്ഷെ ആ ചേച്ചി വിടൂല. ഹരിരമ്മ എങ്ങനെയാ ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കാൻ എണീക്കാൻ സമ്മതിക്കൂല. ഇവൾക്ക് മതിയായി. പക്ഷെ അവൾക്ക് എണീക്കാൻ പറ്റില്ല. ആ ചേച്ചി അവൾക്ക് മാറില്ല. പാവം കഷ്ടപ്പെടുന്നത് കണ്ടാ. കഴിക്കാൻ ചേച്ചി വിടില്ല. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു വിളംബരത്തിന് ശേഷം ഞങ്ങൾ ആ അവളെ ഫുഡ് മക്കിലേക്ക് ഞാൻ ഫുള്ള് കഴിച്ചു. ഇനി കല്യാണത്തിന് ചെക്കൻ്റെ അവസ്ഥ കാണാം. കഴിഞ്ഞിട്ടില്ലേ ഗൈസ്, കുറെ നേരെ സ്റ്റേജിലും ഉരുകണു. നല്ല ടയർഡുണ്ട്. എനിക്ക് കുറച്ച് വെള്ളം തരുമോ? വെള്ളം. അങ്ങനെ പാവത്തിന് കുറച്ച് വെള്ളമായിട്ട് ഞാൻ ചെന്നു. സമ്മതിക്കണം ഡോക്ടറെ നേരൊക്കെ സ്റ്റേജിൽ നിന്ന് ഉരുകാന്നൊക്കെ പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാ. ഇല്ലേ മക്കാണ് കുടിക്കണ കങ്കാ. നല്ല സുഖം ഉണ്ടാവും. ഇനി നമുക്ക് ഇവരുടെ ഭക്ഷണം കഴിക്കാൻ. അതൊക്കെ ഒരു പ്രത്യേകതര പരിപാടിയാക്കോ. ഇവരുടെ ക്യാമറാമാൻമാരൊക്കെ
ഇവനൊന്നും കഴിച്ചില്ലെങ്കിലും അവളെ കേക്കിച്ചിട്ടുണ്ട്. പിന്നെ പാവല്ലേ, കഴിച്ചോക്കെ സമാധാനമായിക്കെ കഴിച്ചോക്കെ. ഇപ്പഴ കുറച്ച് സമയം ഫ്രീ കിട്ടണ്. ആ കഴിച്ചോ. ഇനി അടുത്ത ചടങ്ങ് മാമൻ ഊട്ടിവകൽ ചടങ്ങ്. കഴിക്കുക. ഇത് കുറച്ചധികം നേരം ഉണ്ടായിരുന്നു. മുമ്പിൽ ഭക്ഷണം വെപ്പിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കക്കയ്ക്ക് ഫുഡ് കൊടുക്കും. പാവം അവന് കഴിക്കുന്ന നല്ല ആഗ്രഹമുണ്ട്. അവളാണെങ്കിൽ ഒരു കരിയൊക്കെ കൊടുക്കണ്. ഈ വീഡിയോഗ്രാഫി കഴിഞ്ഞെങ്കിൽ ക്രിസ്റ്റഫറിനോടൊന്ന് ഫ്രീ ആയിരിക്കും ഭക്ഷണം. പരിപാടി ഏകദേശം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇപ്പൊ സ്റ്റേജിൽ ഫോട്ടോ ഒക്കെ അവര്. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ബൈക്ക് ആ സെന്ററിലോ വെച്ച അവിടെ വരെ പോയി നടങ്ങ് പോയി ഇങ്ങോട്ട് വന്നിട്ട് ഇവരങ്ങ് ഒരുമിച്ച് പോവാം അല്ലേ? അതെ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ കാക്ക, സി യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.